ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈശോയുടെ ജനന തിരുനാളിനൊരുക്കമായിട്ടുള്ള 2ാം ദിനത്തിലേക്ക് പ്രവേശിച്ചു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെ അകമ്പടിയോടും കൂടെ നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ഈ ദിവസത്തിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളാണ്. ഇന്നലെ 6-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിച്ചു. 6-ാമത്തെ വചനം, 6-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിച്ചു. ഇന്ന് 6-ാമത്തെ വാക്യത്തോട് ചേർത്ത് 7-ാമത്തെ വാക്യവും നമ്മൾ ധ്യാനിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്, ഒരിക്കൽ കൂടെ ശ്രദ്ധയോടുകൂടെ ശ്രവിക്കുക. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. 7-ാമത്തെ വാക്യം, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സക്കറിയായെയും അതോടൊപ്പം തന്നെ എലിസബത്തിനെയും കുറിച്ചുള്ള വാക്യങ്ങളാണ്. ആ ദമ്പതികളെക്കുറിച്ച് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അവർ ദൈവ തിരുസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അതായത് അവർ 100% വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നു. ദൈവത്തോട് പരിപൂർണ വിശ്വസ്തത പുലർത്തുന്ന സക്കറിയ എലിസബത്ത് ദമ്പതികൾ. എന്നാൽ തൊട്ടടുത്ത വാക്യം ശ്രദ്ധിക്കുക, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 127-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അതിങ്ങനെയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അതായത് ദൈവത്തോട് 100% വിശ്വസ്തത പുലർത്തുമ്പോഴും ഈ ദമ്പതികൾക്ക് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായ ദാനമായ മക്കളെ ലഭിക്കുന്നില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഉള്ളിലും ചില സമയത്തൊക്കെ ഒരു അസ്വസ്ഥതയില്ല, ഒരു ചോദ്യമില്ലേ? ഞാൻ ദൈവ തിരുസന്നിധിയിൽ വിശ്വസ്തയായിരുന്നിട്ടും വിശുദ്ധിയോടുകൂടി ജീവിച്ചിരുന്നിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ പലതും നടക്കുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഇങ്ങനൊരു ചോദ്യം പലപ്പോഴും തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ അവശേഷിക്കാറുണ്ട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കേൾക്കപ്പെടാതെ പോകുന്ന ഒരു പ്രാർത്ഥനയുമില്ല. കേൾക്കപ്പെടാതെ പോകുന്ന ഒരു പ്രാർത്ഥനയുമില്ല. ഞാൻ ഒരിക്കൽ ഒരു മനോഹരമായൊരു കുറിപ്പ് വായിച്ചു. അതിങ്ങനെയാണ്, ഗോഡ് ആൻസേഴ്സ് അവർ പ്രേയേഴ്സ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് 3 രീതിയിൽ മറുപടി നൽകുന്നു. 1-ാമത്തെ മറുപടി ഇങ്ങനെയാണ്, യെസ്. അതായത് എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവം ഉടനടി പ്രതികരിക്കുന്നു. അതനുസരിച്ച് എന്നോട് പെട്ടെന്ന് ഒരു യെസ് പറയുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് താണുവണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ ഉടനെ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം അവന് ശുദ്ധി വന്നു, അവൻ്റെ കുഷ്ഠം മാറി. അവൻ പ്രാർത്ഥിച്ചു, ഉടനെ തന്നെ അവന് കർത്താവിൽ നിന്ന് അവൻ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചു. അതാണ് 1-ാമത്തെ രീതി. ദൈവം നമ്മുടെ പ്രാർത്ഥനകളോട് പ്രതികരിക്കുന്ന 1-ാമത്തെ രീതി ഉടനടി സാധിച്ചു തരും. ഇനി ദൈവം നമ്മുടെ പ്രാർത്ഥനകളോട് പ്രതികരിക്കുന്ന 2-ാമത്തെ രീതി ഏതെന്ന് ചോദിച്ചാൽ, നോട്ട് യെറ്റ്. അതായത് സമയമായിട്ടില്ല എന്ന്. സമയമായിട്ടില്ല. സക്കറിയ എലിസബത്ത് ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടി. പക്ഷേ ദൈവം പറഞ്ഞു, നോട്ട് യെറ്റ്, സമയമായിട്ടില്ല. എന്നാൽ ദൈവം തൻ്റെ മനസ്സിൽ കരുതി വെച്ച സമയത്ത് അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള ഒരു ഉത്തരം കൊടുത്തു. കുഞ്ഞിനെ നൽകി വാർദ്ധക്യത്തിൽ. അതാണ് നോട്ട് യെറ്റ്. ഇനി 3-ാമത്, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന രീതി ഏതെന്ന് ചോദിച്ചാൽ, ഐ ഹാവ് സംതിങ് ബെറ്റർ ഇൻ മൈ മൈൻഡ്. ഐ ഹാവ് സംതിങ് ബെറ്റർ ഫോർ യു. അതായത് നീ ചോദിക്കുന്നതിലും, നീ നിന്റെ പ്രാർത്ഥന ആവശ്യമായി ഒന്ന് കരുതുന്നുണ്ട്, നീ അത് ആഗ്രഹിക്കുന്നു, എന്നാൽ അതിലും വലുതായ ഒന്ന്, അതിലും മെച്ചമായ ഒന്ന് നിനക്കായി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ദൈവം നമുക്ക് മറുപടി തരും. അതിനുദാഹരണം ഏതെന്ന് ചോദിച്ചാൽ, ലാസറിൻ്റെ രോഗവിവരം മർത്തായും മറിയവും ഈശോയെ അറിയിച്ചു. ഈശോ അവരുടെ ആ യാചന അത് ഈശോ കേട്ടു. എങ്കിലും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി ചെലവഴിച്ചു. ലാസർ മരിച്ചുപോയി.
അപ്പോൾ ആ സമയത്ത് ഈശോ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതികരിക്കുന്ന രീതി മറ്റൊരു രീതിയാണ്. ഐ ഹാവ് സംതിങ് ബെറ്റർ ഫോർ യു. അവൻ മരിച്ചാലും ശരി, അവനെ ഉയിർപ്പിക്കുന്ന രീതിയിൽ ഒരു മഹത്വം വെളിപ്പെടുത്താൻ ഈശോ തൻ്റെ മനസ്സിൽ കരുതിയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു പ്രാർത്ഥനയും വിഫലമല്ല. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ കേൾക്കപ്പെടുന്നുണ്ട്. ദൈവം തീർച്ചയായിട്ടും വിവിധ രീതിയിൽ അതിന് മറുപടി തരുകയും ചെയ്യും. നമുക്ക് പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങട്ടെ ഉണ്ണീശോയോടുള്ള സ്നേഹം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.